കോടീശ്വര രഹസ്യങ്ങൾ എന്ന ഈ പുസ്തകം വായിച്ചു തീർന്നു. വളരെ നല്ല പുസ്തകമാണ്. ഇത് എഴുതിയത് ടി ഹാർവ് എക്കറാണ്. പലപ്പോഴും നമുക്കറിയാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് മണി മാനേജ് ചെയ്യുന്നതെന്ന്. മണി മാനേജ്മെൻറ്റിനെ കുറിച്ചോ സമ്പത്ത് എങ്ങനെ നേടണമെന്നതിനെക്കുറിച്ചോ സ്കൂളുകളിൽ നിന്നോ പലപ്പോഴും നമ്മളുടെ മാതാപിതാക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒന്നും നമുക്ക് അറിവൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഫൈനാൻഷ്യലി ഒരു കണക്കുകൂട്ടലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കുക, സമ്പാദിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു ചിന്തയും എനിക്കില്ല. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു തോന്നലുണ്ടായി. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒത്തിരി നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. നാം സമ്പത്തിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന നമ്മുടെ ചിന്താഗതികളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഏത് രീതിയിലാണ് നാം ചിന്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കി. ഈ പുസ്തകം ഒരു പ്രാവശ്യം വായിച്ചു തീർന്നുവെങ്കിൽ പോലും ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടെ വായിക്കുവാനായിട്ട് തീരുമാനിച്ചു. കാരണം ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ആദ്യം നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഞാൻ പറയും, ഞാനിത് വായിച്ചല്ലോ, ഇനി ഞാൻ എന്തിനാണിത് വായിക്കുന്നത് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരും. അപ്പോൾ എനിക്കിത് അറിയാമല്ലോ, കാര്യങ്ങളൊക്കെ എനിക്കറിയാമല്ലോ, ഞാൻ പഠിച്ചതാണല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെയുള്ള നമ്മുടെ ഈ ചിന്തയെ എടുത്തു മാറ്റണം. എനിക്കറിയാം എന്ന ചിന്തയെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണം. അതിനുശേഷം വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ശ്രമിക്കുക എന്നുള്ളതാണ്. നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കുക. എത്ര പ്രാവശ്യം എനിക്കൊരു കാര്യം വായിച്ച് മനസ്സിലാക്കാൻ പറ്റും അത്രയും പ്രാവശ്യം ഞാനിത് വായിച്ച് മനസ്സിലാക്കുകയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ നോളജ്, യഥാർത്ഥ അറിവ് നമുക്ക് ലഭിക്കുന്നത്. വായിക്കുന്നു, പക്ഷേ ഒന്നും പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ വായന കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ കഠിനമായിട്ട് അധ്വാനിച്ചാലും ചിലപ്പോൾ അതിൽ വലിയ ഫലമൊന്നും ഉണ്ടാകാറില്ല, അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? അതിൽ നോളജ് ഇല്ലാത്തത് കൊണ്ടാണ്, അതിൽ അറിവില്ലാത്തത് കൊണ്ടാണ്. ഈ പുസ്തകം വായിച്ചപ്പോൾ വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പുതിയ സ്കില്ലുകൾ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഞാനൊരു പ്രൊഫഷണലാണല്ലോ, ഇനി ഞാൻ എന്തിനാണ് പഠിക്കുന്നത്? എൻ്റെ പ്രൊഫഷനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്കറിയാം. പക്ഷേ പ്രൊഫഷനിൽ വരുന്ന മാറ്റങ്ങൾ, പുതിയ പഠനങ്ങൾ, ഇതൊന്നും മനസ്സിലാക്കാതെ പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. എന്നാൽ പുതിയതായിട്ട് പഠിക്കുകയും അറിവ് നേടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രോത്ത്, അത് സാമ്പത്തികമാകാം, മറ്റു സാമൂഹിക ചുറ്റുപാടാകാം, എല്ലാം കൊണ്ടും നല്ലൊരു പുരോഗതി നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പഠിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് 4 തരത്തിലുള്ള അക്കൗണ്ടുകൾ വേണമെന്നാണ് പറയുന്നത്. 4 തരത്തിലുള്ള അക്കൗണ്ടുകൾ. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു അക്കൗണ്ട് പോലും എനിക്ക് മര്യാദയ്ക്ക് നോക്കുവാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് 4 അക്കൗണ്ടുകൾ നോക്കുന്നത്? തീർച്ചയായിട്ടും ഈ പുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ അക്കൗണ്ട് ഫൈനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട്. നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന സാലറിയിൽ നിന്ന് ഒരു 20% നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്രീ അക്കൗണ്ടിലേക്ക് മാറ്റണം. രണ്ടാമത്തെ അക്കൗണ്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതായത് നിങ്ങൾക്ക് ഒരു യാത്രക്ക് പോകാനും ഒരു ട്രിപ്പിന് പോകാനും പുതിയ കാഴ്ചകൾ കാണാനും നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് സൂക്ഷിക്കുക. അതിനകത്ത് 10% നിങ്ങൾ സേവ് ചെയ്യണം. മൂന്നാമതായിട്ട് ഡെയിലി എക്സ്പെൻസസ് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് നിങ്ങളുടെ ഹൗസ് റെൻറ്റിനാണ് താമസിക്കുന്നതെങ്കിൽ ഹൗസിൻ്റെ റെൻറ്റ്, ഇലക്ട്രിസിറ്റി ബിൽ, ന്യൂസ് പേപ്പർ, മിൽക്ക്, അങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള നീഡുകളെല്ലാം നിറവേറ്റാൻ വേണ്ടിയിട്ട് ആ അക്കൗണ്ടിൽ 50% രൂപ മാറ്റുക എന്നുള്ളതാണ്. 50%, നിങ്ങളുടെ സാലറിയിൽ നിന്ന് 50% ഫോർ യുവർ നീഡ്സ്, നിങ്ങളുടെ നീഡ്സിന് വേണ്ടി മാറ്റണം.
നാലാമതായിട്ട് വേണ്ടത് ഹെൽപ്പിംഗ് അക്കൗണ്ടാണ്. മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഒരു 10% അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 5% നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ വരുമാനത്തിൽ നിന്ന് മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ 4 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ 4 അക്കൗണ്ടുകളും ഡിസിപ്ലിനായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചാൽ ഉറപ്പായിട്ടും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പായി. ഇനി ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ഞാനൊരു ബുക്ക് സെലക്ട് ചെയ്തു. അടുത്ത എൻ്റെ ബുക്ക് ഇതാണ്, സൈക്കോളജി ഓഫ് മണി. ഈ പുസ്തകം ഞാൻ പലപ്പോഴും വായിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. ബട്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അപ്പോൾ ഇനി ഈ പുസ്തകം വായിക്കും. ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ റിവ്യൂസും പറയുന്നതായിരിക്കും. ഒപ്പം വരുന്ന ദിവസങ്ങളിൽ കോടീശ്വര രഹസ്യങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ഇതുപോലെ ഷോർട്ട് വീഡിയോസും ഇനി ലോങ് വീഡിയോസും ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. എൻ്റെ ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വയ്ക്കുവാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. ഈ ചാനലിലൂടെ നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.